മറ്റത്തൂരിലെ കോൺഗ്രസ് കൂറുമാറ്റത്തിൽ BJP പിന്തുണയെ എതിർത്ത അംഗത്തെ സ്വാധീനിക്കാൻ വിവിധ നേതാക്കളുടെ ശ്രമം. പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷിനെ TM ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ശബ്ദരേഖ മീഡിയ വണ്ണിന് ലഭിച്ചു. കൂടെ നിൽക്കണമെന്നും BJPയുമായി ബന്ധമില്ലെന്ന മാധ്യമങ്ങളോട് പറയണമെന്നുമുള്ള ചന്ദ്രന്റെ ആവശ്യം അക്ഷയ് തള്ളുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. അംഗത്വം രാജിവെക്കാമെന്ന് അക്ഷയ് DCC പ്രസിഡന്റിന് കത്ത് നൽകി. ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും ഒന്നിച്ചു നിൽക്കണമെന്നുമാണ് സംഭാഷണത്തിൽ ചന്ദ്രന്റെ ആവശ്യം. എന്നാൽ അക്ഷയ് ഇത് അംഗീകരിക്കുന്നില്ല. രാജിവെക്കാമെന്ന് അക്ഷയ് അറിയിച്ചപ്പോൾ അത് വേണ്ടെന്നും ചന്ദ്രന്റെ നിർബന്ധം. BJPയുടെ പിന്തുണയോടുകൂടി പ്രസിഡന്റായ ആൾ രാജിവെക്കാതെ കൂടെ വരില്ല എന്നായിരുന്നു അക്ഷയുടെ മറുപടി. ഞാൻ പറഞ്ഞു, നമുക്ക് BJPയുടെ സപ്പോർട്ടുണ്ട് കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. ഞാൻ നിലപാട് ഞാൻ പറഞ്ഞു, എനിക്ക് BJP യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല. തനിക്ക് തെറ്റുപറ്റിയെന്നും കോൺഗ്രസ് അംഗമായി തുടരാനാണ് ആഗ്രഹമെന്നും വ്യക്തമാക്കിക്കൊണ്ട് അക്ഷയ് DCC പ്രസിഡന്റിന് കത്ത് നൽകി. പാർട്ടിക്കാകെ നാണക്കേടായ സംഭവത്തിൽ നടപടിയെ ന്യായീകരിച്ച നേതാക്കൾ രംഗത്തെത്തി. പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാകും. ആ ബന്ധം വിച്ഛേദിച്ചാൽ അവർ നടപടി പിൻവലിക്കും. അതല്ലേ പറഞ്ഞിരിക്കുന്ന പാർട്ടി. അതൊക്കെ നല്ല കറക്റ്റ് സ്റ്റാൻഡാണ്. പക്ഷെ അവർ BJP പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പം ഈയിടെയിട്ട് കാള പറ്റെന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ കയറെടുക്കുന്നുണ്ട്. കോൺഗ്രസ് BJP ഡീൽ താഴെത്തട്ടിൽ മാത്രമല്ല നേതൃനിരയിലുമുണ്ടെന്ന് മന്ത്രി MB രാജേഷിന്റെ വിമർശനം. LDFനെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഒരു മറയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ കോൺഗ്രസും BJPയും കൊടുക്കൽ വാങ്ങൽ നടത്തിയത് കേരളം മുഴുവൻ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലമായിട്ട് നടക്കുന്നതിന്റെ ഭാഗമാണ്. പ്രശ്നപരിഹാരത്തിനായി പ്രാദേശിക നേതാക്കളോടും DCC ഭാരവാഹികളോടും നേതൃതലത്തിൽ ചർച്ചകൾ തുടരുകയാണ്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.